ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഏറ്റെടുത്തേക്കാണ് ഉമ്മച്ചി എൻ്റെ അടുത്ത് കുറെ നേരമായി പറയുന്നൊന്നും വീഡിയോ ഒന്നുമില്ലാന്ന്. അപ്പൊ ഞാൻ ഏറ്റെടുത്തു. ഉമ്മച്ചി ഇതവിടെ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. ഇഷമോള് തേരാപ്പാര നടക്കുന്നുണ്ട്. അല്ലല്ല, ഇഷമോള് പഠിക്കാട്ടാ. ആച്ചിട്ട് ഇവിടെ ഉണ്ട് മീൻ, ചാളക്കുട്ടി, കുഞ്ഞൻ ചാള. പിന്നെന്താ വിശേഷം? പിന്നെ നാളെ നമ്മുടെ ആച്ചുട്ടന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ബർത്ത്ഡേ അല്ലേ? അപ്പൊ ആച്ചുട്ടൻ കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കട്ടാ. ആച്ചുട്ടന് നാളെ എത്ര വയസ്സാവും? അതാ പറയാൻ പാടില്ല. ദിവസം പറയാൻ പാടാത്ത ഇന്നത്തെ ദിവസം പറയാ. എന്താ എത്ര വയസ്സാവും? ഇങ്ങനെ ആച്ചുട്ടന് 10 വയസ്സായി. കണ്ട പറയില്ല താലും. കണ്ടു കഴിഞ്ഞാൽ 7 വയസ്സൊക്കെ പറയുള്ളൂ. കണ്ടു കഴിഞ്ഞാ 7 വയസ്സും 10 വയസ്സും. നാളെ അവന് കേക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഉപ്പാണെങ്കിൽ പൈസ അയച്ചിട്ടില്ല. ആകെ ഒരു കുടുങ്ങിയ സ്ഥലട്ടാ. അവനാണ് 5-ാം തീയതി അല്ലേ? 5-ാം തീയതി പൈസ വരാറ്. ചിലപ്പോ 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി വിചാരിക്കുന്നു. ആച്ചിട്ടൻ കൊറേ ഇതായി പറയുന്നു ബിരിയാണി വേണം, കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണം. അപ്പൊ ബിരിയാണി ഒന്നും വേണ്ട, കേക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് ഒതുക്കിയിരുത്തിണ്ട് ട്ടോ അല്ലേ? പിന്നെ നിങ്ങളെല്ലാരും ഉമ്മയും മോനും ചാനലിലത്തെ നൗഫൽക്കാരനെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ആ വീഡിയോ. അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടാ നൗഫല്. ഭയങ്കര ഇഷ്ടമാണ് നൗഫലിനെ. നൗഫലിന്റെ വീടൊക്കെ കണ്ടില്ലേ? ഇപ്പൊ പുതിയ വീടൊക്കെ വെച്ച്, സൂപ്പർ വീടൊക്കെ വെച്ച് ഉമ്മാനൊക്കെ നന്നായി സ്നേഹിച്ച് അങ്ങനെ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കണത്. പിന്നെ നിർത്തിയിട്ട് എടുക്കണത് കൈ കടഞ്ഞിട്ട് വയ്യാട്ടെ. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയിട്ട് എടുക്കണത്. അങ്ങനെ ആണ് കാര്യങ്ങള്. നൗഫലിന്റെ വീഡിയോ കണ്ട് ഞാൻ എന്നും കാണും വീഡിയോ. മുച്ചി വരുന്നിട്ട് ചോറിന് മൂച്ചി കാണും. ഞാൻ എന്നും കാണൂട്ടാ. ഞാൻ ഫസ്റ്റ് മുതലേ അവരുടെ വീഡിയോ കാണുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ കാണും. അപ്പൊ ഇവനും വേറെ വേറെ വീഡിയോ ഒന്നും വെച്ച് കഴിഞ്ഞാൽ കാണാൻ വന്നിരിക്കില്ല കേട്ടോ. പക്ഷെ നൗഫലിന്റെ വീഡിയോ വന്നിട്ട് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ കാണാനായിട്ട് വരും. ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇപ്പൊ വീടും ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ വീടാ വെച്ചിരിക്കുന്നത് അല്ലേ? എന്തായാലും കുറെ പേര് ഇങ്ങനെ ബാഡ് കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികം. ചിലപ്പോ അവരെ അറിയണ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവും. അതെന്തേലും ആയിക്കോട്ടെ അല്ലെ? അത്രയുള്ളൂ. അല്ല, പിന്നെ അവരുടെ ഇഷ്ടം. അവര് കുറെ ഇടങ്ങറായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ സന്തോഷത്തില് നമ്മളും പങ്കുചേരണം ശരിക്കും പറയാച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെന്താ വിശേഷങ്ങൾ എല്ലാവരുടെയും? പിന്നെന്താ ഞങ്ങൾക്ക് മീൻകറിയാണ് കേട്ടോ. ചാളക്കറിയാണ് വെക്കുന്നുള്ളൂ. സമയം പിന്നെ പറയാൻ പാടില്ല. ഇല്ല പറയാൻ വന്നത് ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. അപ്പൊ കുളിച്ചിട്ടില്ല, തിരുമ്പിയിട്ടില്ല, ഒരു പണി കഴിഞ്ഞിട്ടില്ല. ഫോണ് കഴിഞ്ഞ അതെ. എന്താ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പറഞ്ഞ പോലെ. ഞാൻ ഇതാക്കി എടുത്തു, തുടച്ചു കൊടുത്തു. എന്നാലും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്താ വയ്യ, മടിയോണ്ടുള്ള വയ്യായിക. പിന്നെ ഇന്നലെ എന്നെ മീൻ മേടിച്ച് വെച്ചതാ. ഇന്നലെ നന്നാക്കി വെച്ചാൽ മതിയായിരുന്നു. അപ്പളും മടി ചിലപ്പോ ഭയങ്കര മടി. ചിലപ്പോ പണിത് കഴിയൂല. പണിത് അത് മടിയുള്ള ദിവസം പണിത് കഴിയാത്തത്. മടിയില്ലാത്ത ദിവസം വേഗം പണിത് കഴിയും. സ്കൂളിലെ ദിവസമൊക്കെ വേഗം തീർക്കും. സ്കൂളുള്ള ദിവസം വേണം സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ടേന്നുള്ളത്. അതിൽ എത്ര വൈകിലും നീച്ചിട്ട് അത് അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. സ്കൂളില്ലെങ്കിൽ കഴിഞ്ഞു എത്തിക്കില്ല. സ്കൂളില്ലെങ്കിൽ എല്ലാം പോയി, കയ്യിന്ന് പോയി. അടുപ്പത്ത് നിന്നിട്ട് ആവണം മീൻകറി, ചോറ്. ഇന്നും പുട്ട്. ഞാൻ പറഞ്ഞു അന്ന് ന്യൂ ഇയറിന്റെ അന്ന് പുട്ടുണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ വർഷം ഫുള്ള് പുട്ടുകൊണ്ട് വെറുപ്പിക്കുന്നു. ഇന്നും പുട്ട് തന്നെ ഇരുന്നു. ആഴ്ചയിൽ 2 ദിവസം ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ 2 ആഴ്ച കൂടുമ്പോഴാണ് ഉണ്ടാക്കുക. അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ. അപ്പൊ മീൻകറിയിലേക്കുള്ള ഉപ്പിട്ടിട്ടില്ലേട്ടാ. മീൻകറിയിലേക്കുള്ള പച്ചമുളക് കീറിയിടുകയാണ്. ഇത്രട്ടാ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറേ പ്രാവശ്യം കാണിച്ച മീൻകറി തന്നെ കേട്ടോ. നമ്മള് തക്കാളി സവാള അരച്ചിട്ടുണ്ടാക്കുന്ന മീൻകറി അതിന് വെക്കാറ്. അതന്നെ ഇവിടെ വെക്കാറുള്ളൂ. പിന്നെ പച്ചപ്പുളി ഇട്ടാണ് വെക്കുന്നത്. അതാണ് ഒരു പ്രത്യേകത. അല്ല, വേറെ പ്രത്യേകത ഒന്നും. പച്ചപ്പുളി ഒഴിച്ചോ. നന്നായി കളക്കട്ടെ. തിരുമ്പള് നോക്കിട്ട് ഞാനിതാ ഇവിടുത്തെ ഒരു ടാങ്കിന്റെ മുകളിൽ ഇരിക്കട്ടെ. അവിടെ നിന്ന് തിരുമ്പുണ്ട്.
12:30 ഇപ്പളാ തിരുമ്പണ്. മീൻ അടുപ്പത്ത് വെച്ചിട്ട് വന്ന് തിരുമ്പുക. നാളെ പിന്നെ ആച്ചുട്ടന് മാത്രല്ല കേട്ടാ ബർത്ത്ഡേ. 2 മൂത്തുമ്മമാരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആട്ടാ. ഒരാളെ ഇത്തമ്മാന്ന് വിളിക്കും, ഒരാളെ മൂത്തുമ്മാന്ന് വിളിക്കും. അതാണ് എന്താ പറയണ്ടെന്ന് അറിയാണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ വീഡിയോന്റെ കമന്റ് ബോക്സ് മിക്കവാറും ഓഫാവും. ഞാനല്ലേ ഫുള്ള് ഞങ്ങൾ തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കമന്റ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എല്ലാവർക്കും. എന്നാലും ഫസ്റ്റ് കാണുന്ന കുറച്ച് പേർക്ക് ഇടാൻ പറ്റും. ഞങ്ങൾ ഓണാക്കിയ 5 മിനിറ്റ് ഒക്കെ ഓണായിരിക്കും, പിന്നെ അത് തന്നെ ഓഫാവും. അപ്പോൾ ഫസ്റ്റ് കാണുന്നവർക്ക് മാത്രമായിട്ട് കമന്റ് ഇടാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഇന്ന് 2 മണിക്ക് ലൈവില് വരുന്നുണ്ട്. അപ്പം എല്ലാവരും കയറണം. ഞങ്ങള് അപ്പം ഇന്ന് വീഡിയോ ഞങ്ങള് നേരത്തെ അപ്ലോഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം എല്ലാവരും കയറുക. ഓക്കെ, തിളക്കണ മീൻ കറിയിലേക്ക് നമുക്ക് മീൻകുട്ടപ്പനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഗായ്സ്, ഞാൻ ഉമ്മച്ചോടെ തിരുമ്പാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മീൻ കറി തിളച്ചുണ്ടാവും, അതിൽ മീൻ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതെ, മെല്ലെ മെല്ലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വെള്ളം അങ്ങനെ ഒരുമിച്ച് വാരിയിട്ട് വെള്ളം ഒഴിക്കണ്ട, ഓരോന്നോരോന്നായിട്ട് എടുക്കണം. വെള്ളമാവും എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. അതേ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു. തിളയ്ക്കണ കൂട്ടാനിക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തു. ഇനി അത് ഉടയാതെ നമുക്ക് മെല്ലെ ഒന്ന് കണ്ട, അത് മീനൊന്നും ഉടയാതെ തന്നെ മെല്ലെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ, മീനൊന്നും ഉടയണ്ട, മെല്ലെ മീനിന് വേദനിക്കില്ലേ വെച്ചിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. കിടക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മൂടിയിൽ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഗായ്സ്, ആ ചുട്ടൻ ചകിരി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ചുട്ട ഓരോന്ന് കൊണ്ടുവന്നിട്ട് അങ്ങടെ അല്ല ആ ചകിരി ഇതിലാക്കി വെച്ചേക്കാട്ടോ. നമ്മൾ ആദ്യത്തെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പകുതിയായപ്പോൾ ആ ചുട്ടൻ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ചകിരി. അവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ചകിരി. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയപ്പോൾ അതിക്ക് മാറ്റിയിടുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. മോളെ ബൈ ബൈ.